അങ്ങനെ ലാസ്റ്റ് എന്താണ് ഇനി വേണ്ടത്? അപ്രൂവൽ മാത്രമാണ്. നമ്മൾ നെഗോസിയേഷൻ കഴിഞ്ഞു, റിവ്യൂ കഴിഞ്ഞു, ഇനി എന്താ വേണ്ടത്? അപ്രൂവലാണ്. സോ നമ്മളൊരു മാസ്റ്റർ ബഡ്ജറ്റ് ആക്കി കഴിഞ്ഞു. ഈ മാസ്റ്റർ ബഡ്ജറ്റിൽ എന്തൊക്കെ ഉണ്ടാകും? ബാലൻസ് ഷീറ്റ് ഉണ്ടാകും, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവും, ക്യാഷ് ഫ്ലോയും ഉണ്ടായിരിക്കും. ഇങ്ങനെ ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് എന്ന രീതിയിൽ എന്ത് ചെയ്യും? നമ്മളൊരു മാസ്റ്റർ ബഡ്ജറ്റ് ആക്കിയിട്ട് ഇത് അപ്രൂവലിന് വേണ്ടി എന്ത് ചെയ്യും? സബ്മിറ്റ് ചെയ്യും. ഇത് ആദ്യം അപ്രൂവ് ചെയ്യുന്ന ആരായിരിക്കും? ബഡ്ജറ്റ് കമ്മിറ്റിയും സീനിയർ മാനേജ്മെൻറ്റും ആയിരിക്കും. പിന്നീട് ഇത് അപ്രൂവ് ചെയ്യുന്ന ആരായിരിക്കും? സിഇഒയുടെ അപ്രൂവൽ കിട്ടണം. സിഇഒയുടെ അപ്രൂവൽ കിട്ടിയ ഉടനെ ഇത് നമ്മൾ ആർക്ക് സബ്മിറ്റ് ചെയ്യും? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് ഫൈനൽ അപ്രൂവലിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? സബ്മിഷൻ ചെയ്യും. ഇതാണ് നമ്മുടെ ബഡ്ജറ്റിംഗ് ഡെവലപ്മെൻറ്റ് പ്രോസസ്സിലെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഗൈഡ് ലൈൻസ് പ്രിപ്പയർ ചെയ്തു, ഇനീഷ്യൽ ബഡ്ജറ്റ് ചെയ്തു, മൂന്നാമത്തത് ഇത് നെഗോഷിയേറ്റ് ചെയ്തു, റിവ്യൂ ചെയ്തു, ലാസ്റ്റ് ഇത് അപ്രൂവൽ കൂടി ചെയ്തു കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിവിഷൻ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിവിഷൻ ചെയ്യുക എന്നുള്ളതാണ്. ഈ അപ്രൂവ് ചെയ്ത ബഡ്ജറ്റ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്തതിന് ശേഷം ഇതിനനുസരിച്ചുള്ള റിവിഷൻസ് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. അസംഷൻസ് നോക്കുക, അതിനനുസരിച്ച് ചേഞ്ചസ് കൊണ്ടുവരണമെങ്കിൽ ചേഞ്ചസ് കൊണ്ടുവരിക. അതേപോലെ പുതിയ ഇൻഫോർമേഷൻ വല്ലതും കിട്ടിക്കഴിഞ്ഞാൽ ഇൻറ്റേർണലോ എക്സ്റ്റേണലോ ആയിട്ടുള്ള പുതിയ ഇൻഫോർമേഷൻസ് കിട്ടിക്കഴിയുക. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ചേഞ്ചസ് എന്തെങ്കിലും വരുത്തണോ നോക്കുക. അതേപോലെ പീരിയോഡിക്കലായിട്ടൊരു റിവ്യൂ ഒരു കണ്ടിന്യൂസ് ബഡ്ജറ്റൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ബഡ്ജറ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞാണ്. കണ്ടിന്യൂസ് ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ ഓരോ മന്ത് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? റിവ്യൂ ചെയ്തിട്ട് ആ മന്ത് ബഡ്ജറ്റിൽ നിന്നെടുത്ത് ഒഴിവാക്കി ലാസ്റ്റ് പീരീഡ് എന്ത് ചെയ്യും? വീണ്ടും ഒരു അഡീഷണൽ മന്ത് നമ്മൾ ആഡ് ചെയ്യാറുണ്ട്. ഇങ്ങനെ പീരിയോഡിക്കലായിട്ടൊരു റിവ്യൂ ചെയ്യുകയൊക്കെ എന്ത് ചെയ്യുന്നതാണ്? റിവിഷൻ്റെ ഭാഗമാണ്. ഇനി എന്തെങ്കിലും അപ്ഡേറ്റ്സ് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് അല്ലെങ്കിൽ ഫ്രീക്വൻ്റ്ലി എന്ത് ചെയ്യാൻ പറ്റും? റെസ്പോൺസിബിലിറ്റി സെൻറ്ററുമായിട്ട് അത് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ചേഞ്ചസ് വരുത്താൻ പറ്റും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാറില്ല? ബഡ്ജറ്റിംഗ് പ്രോസസ്സിൽ അത്ര സീരിയസ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാറില്ല? അങ്ങനെ ചേഞ്ചസ് ഒന്നും കൊണ്ടുവരാറ് ഇല്ല. സോ ഇങ്ങനെ സിഗ്നിഫിക്കൻ്റ്ലി റിവേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബഡ്ജറ്റ് എന്ന് പറയുന്നത് റെസ്പോൺസിബിലിറ്റി സെൻറ്റേഴ്സിന് വരെ എന്തായിരിക്കും? നല്ലൊരു കൺട്രോൾ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ്. കാരണം നമുക്ക് എന്തെങ്കിലും ഒരു എഫക്റ്റ് വരുന്ന സമയത്ത് റെസ്പോൺസിബിലിറ്റി സെൻറ്റേഴ്സിന് മനസ്സിലാവും. ഇപ്പോൾ സെയിൽസിൻ്റെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പനിയുടെ എന്തെങ്കിലും ഒരു പ്രശ്നം കാരണം സെയിൽസിന് വളരെയധികം ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഇങ്ങനെയൊക്കെ അറിയിച്ച് ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്ഡേഷൻസ് ഒക്കെ കൊണ്ടുവന്ന് ഈ ബഡ്ജറ്റിൽ എന്ത് ചെയ്യാൻ പറ്റും? ചില റിവിഷൻസ് ഒക്കെ കൊണ്ടുവന്ന് അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സോ നല്ലൊരു കൺട്രോളിങ് എപ്പോഴും എന്ത് കിട്ടും എന്നുള്ളതാണ്. ഇനി അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? റിപ്പോർട്ടിംഗ് ഓൺ വേരിയൻസ് എന്നുള്ളതാണ്. സോ ഈ വേരിയൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സെഷൻ സി ഫുള്ളായിട്ട് പഠിക്കുന്നത്. നമുക്ക് ഇങ്ങനെ ബഡ്ജറ്റ് ഉണ്ടാക്കി അത് എല്ലാം അപ്രൂവായി നമ്മൾ ആക്ച്വൽ റിസൾട്ട് നമ്മുടെ കയ്യിൽ കിട്ടുന്ന സമയത്ത് നമ്മൾ ഈ ബഡ്ജറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന റിസൾട്ടും നമ്മുടെ ആക്ച്വൽ റിസൾട്ടും തമ്മിൽ കമ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ 12 രൂപ വരും എന്ന് പ്രതീക്ഷിച്ച് നിൽക്കുന്നിടത്ത് നമുക്ക് 14 രൂപ വന്നിട്ടുണ്ടെങ്കിൽ ഈ അഡീഷണലായി വന്നിരിക്കുന്ന 2 രൂപ നമുക്ക് എന്ത് കാരണം കൊണ്ട് വന്നു എന്ന് പഠിക്കുന്ന പഠനമാണ് ഇത് വേരിയൻസ് അനാലിസിസ് എന്ന് പറയുന്നത്. സോ ഈ വേരിയൻസ് അനാലിസിസ് എന്ന പോർഷൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സെഷൻ സി എന്ന് പറയുന്നതിൽ ഫുള്ളായിട്ട് നമ്മൾ എന്ത് പറയുന്നുണ്ട്? ഡീപ്പായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സോ ഇത് ബഡ്ജറ്റിംഗ് ഡെവലപ്പിംഗ് പ്രോസസ്സിലെ ഒരു സ്റ്റെപ്പ് കൂടിയാണ് റിപ്പോർട്ടിംഗ് ഓൺ വേരിയൻസ് എന്നുള്ളത്. നമുക്ക് ആക്ച്വലായിട്ട് വന്നിരിക്കുന്നതും നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ബഡ്ജറ്റ് ഫിഗർ നമ്മൾ കമ്പയർ ചെയ്യുക. ഇങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ടാണ് എന്ത്? വേരിയൻസ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഓരോ ലെവലിലും എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഇങ്ങനെ റെസ്പോൺസിബിലിറ്റി സെൻറ്റേഴ്സിൻ്റെ മാനേജേഴ്സ് അവരവരുടെ റെസ്പോൺസിബിലിറ്റി സെൻറ്റേഴ്സിൻ്റെ വേരിയൻസുകൾ ഓരോ പീരീഡ് എൻഡിലും ചിലപ്പോൾ അത് മന്ത്ലി ആകാം, ചിലപ്പോൾ ക്വാർട്ടർലി ആകാം, ചിലപ്പോൾ ഇയർലി ആകാം, എന്ത് ചെയ്യണം? അവരുടെ സുപ്പീരിയേഴ്സിന് എന്ത് ചെയ്യണം? സബ്മിറ്റ് ചെയ്യണം എന്നുള്ളതാണ്. സോ ഇങ്ങനെ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ വേരിയൻസ് എന്തുകൊണ്ട് വന്നു എന്നുള്ളത് മാത്രം, എത്ര എമൗണ്ട് വേരിയൻസ് വന്നു എന്ന് മാത്രമല്ല എന്തുകൊണ്ട് അത് വന്നു എന്ന കാരണം കൂടി എന്ത് ചെയ്യണം? നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഇങ്ങനെ ആകുമ്പോൾ നല്ല കൺട്രോളിങ് നമുക്ക് എന്ത് ചെയ്യും? കിട്ടും എന്നുള്ളതാണ്. സോ ബഡ്ജറ്റ് ഡെവലപ്മെൻറ്റ് പ്രോസസ്സിലെ അഞ്ചാമത്തെ സ്റ്റെപ്പാണ് പറഞ്ഞത് റിപ്പോർട്ടിംഗ് ഓൺ വേരിയൻസ് എന്നുള്ളത്. നമ്മൾ വേരിയൻസിൻ്റെ റിപ്പോർട്ട് എന്ത് ചെയ്യുക? അപ്പോക്കപ്പ് അല്ലെങ്കിൽ ഒരു പീരീഡ് ഓഫ് ടൈമിൽ എൻഡ് ഓഫ് പീരീഡിൽ ചിലപ്പോൾ അത് മന്ത്ലി ആകാം ഓരോ ഇൻഡസ്ട്രിക്ക് അനുസരിച്ച്, അല്ലെങ്കിൽ ക്വാർട്ടർലി ആകാം, അല്ലെങ്കിൽ ഇയർലി ആകാം. അവരെങ്ങനെയാണോ അത് ഫോളോ ചെയ്യുന്ന ഗൈഡ് ലൈൻസിനനുസരിച്ച് എന്ത് ചെയ്യണം? സുപ്പീരിയൻസിന് ഓരോ റിപ്പോർട്ടിംഗ് സെൻറ്റേഴ്സും എന്ത് ചെയ്യണം? അവരുടെ റിപ്പോർട്ട് വേരിയൻസ് എന്ത് ചെയ്യണം? സബ്മിറ്റ് ചെയ്യണം. ഈ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞ പോലെ ഈ 12 ഉള്ളത് 14 2 രൂപയാണ് കൂടിയത് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, എന്തുകൊണ്ടാണ് ഈ 2 രൂപ വന്നത് എന്നത് ഐഡൻറ്റിഫൈ ചെയ്യുകയും വേണം എന്നുള്ളതാണ്. സോ അവസാനത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആറാമത്തെ സ്റ്റെപ്പ് എന്താണ്? യൂസ് ഓഫ് ദ വേരിയൻസ് റിപ്പോർട്ട് എന്നുള്ളതാണ്. നമ്മൾ ഈ വേരിയൻസ് റിപ്പോർട്ട് കിട്ടി കയ്യിൽ വെച്ചാൽ പോരാ, അത് ഉപയോഗിക്കുക കൂടെ എന്ത് ചെയ്യണം?
ചെയ്യണം എന്നുള്ളതാണ്. സോ വേരിയൻസ് റിപ്പോർട്ട് എന്ന് പറയുന്നത് ഈച്ച് ലെവലിലുള്ള ഓരോ ലെവലിലും നടക്കുന്ന പ്രോബ്ലംസുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ സാധിക്കും. അതിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, അഡ്ജസ്റ്റ്മെൻറ്റുകൾ നമുക്ക് ഓപ്പറേഷൻസുകളിൽ കൊണ്ടുവരാനും സാധിക്കും എന്നുള്ളതാണ്. സോ ഇങ്ങനൊരു വേരിയസ് റിപ്പോർട്ട് നമ്മുടെ കയ്യിൽ ഓരോ റെസ്പോൺസിബിലിറ്റി സെൻറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന സമയത്ത് സുപ്പീരിയേഴ്സ് എന്ത് ചെയ്യണം, ഇത് കൺസിഡർ ചെയ്ത് ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇഷ്യൂ വരുന്നതെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യണം എന്നുള്ളതാണ് 6ാമത്തെ സ്റ്റെപ്പ്. ഈ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഉൾപ്പെടുന്ന സമയത്ത് നമ്മൾ വീണ്ടും അടുത്ത വർഷത്തെ എന്തുണ്ടാക്കിയിട്ടുണ്ടാവും, ബഡ്ജറ്റിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് തന്നെ പോയിട്ടുണ്ടാവും. അടുത്ത വർഷത്തെ ഗൈഡ് ലൈൻസ് വരുന്ന സമയത്ത് ഈ അഡ്ജസ്റ്റ്മെൻറ്റുകൾ എന്തൊക്കെയാണ്, അത് എന്തുകൊണ്ട് വന്നു എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ആ ഗൈഡ് ലൈൻസിൽ എന്ത് ചെയ്യണം, അതുകൂടി ഇൻവോൾവ് ചെയ്യിപ്പിക്കണം. എന്നിട്ട് അടുത്ത വർഷത്തെ ബഡ്ജറ്റ് വീണ്ടും ഫസ്റ്റ് സെക്കൻഡ് തേർഡ് സ്റ്റെപ്പുകളിൽ നിന്ന് വീണ്ടും എന്ത് ചെയ്യണം, തുടങ്ങാം. ഇങ്ങനെ ഈ ബഡ്ജറ്റിംഗ് ഡെവലപ്മെൻറ്റ് പ്രോസസ്സ് എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും, കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കും. ഓക്കെ, ഇനി പറയാനുള്ളത് ബെസ്റ്റ് പ്രാക്ടീസ് ഗൈഡ് ലൈൻസ് ഫോർ ദ ബഡ്ജറ്റിംഗ് പ്രോസസ്സ് എന്നാണ്. ബഡ്ജറ്റിംഗ് പ്രോസസ്സ് നടക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് പ്രാക്ടിക്കലായിട്ടുള്ള ഗൈഡ് ലൈൻസുകൾ എന്തൊക്കെയാണ് എന്നുള്ള കുറച്ച് ഗൈഡ് ലൈൻസുകളാണ്, കുറച്ച് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയ ഗൈഡ് ലൈൻസുകളാണ് നമുക്ക് താഴെ തന്നിട്ടുള്ളത്. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് കൺസിഡർ ചെയ്യണം എന്തൊക്കെയാണ് ആ ബെസ്റ്റ് പ്രാക്ടീസ് ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നാമത്തത് ഡെവലപ്മെൻറ്റ് ഓഫ് എ പ്രോഫിറ്റ് പ്ലാൻ ഷുഡ് ബി ലിങ്ക്ഡ് ടു കോപ്പറേറ്റിംഗ് സ്ട്രാറ്റജി. നമ്മളൊരു ബഡ്ജറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് അത് നമ്മുടെ കമ്പനിയുടെ ടോട്ടലായിട്ടുള്ള ഗോളിൽ സ്ട്രാറ്റജിയിൽ എന്തായിരിക്കണം, ഇൻവോൾവ് ആയിരിക്കണം എന്നുള്ളതാണ്. സോ ഒരു ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് കൺസിഡർ ചെയ്യണം, നമ്മുടെ കോപ്പറേറ്റീവ് സ്ട്രാറ്റജി എന്താണോ അത് കൺസിഡർ ചെയ്യണം. നമുക്കൊരു സ്ട്രാറ്റജി, ഒരു ഗോൾ, ഒരു ഒബ്ജക്റ്റീവ് ഒക്കെ ഉണ്ടാകും. സോ അത് അച്ചീവ് ചെയ്യുന്ന രീതിയിൽ ലിങ്ക് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യാൻ, നമ്മുടെ ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യാൻ എന്നുള്ളതാണ്. രണ്ടാമത്തത് ദ യൂസ് ഓഫ് ദ ബഡ്ജറ്റ് പ്രോസസ് ടു മിനിമൈസ് ദ എഫേർട്ട് ഓഫ് ആൻറ്റിസിപ്പേറ്റഡ് പ്രോബ്ലംസ് എന്നാണ്. നമ്മൾ ഈ ബഡ്ജറ്റ് ഉപയോഗിക്കുന്നത് എന്ത് ചെയ്യാനായിരിക്കണം, നമുക്ക് വരാൻ പോകുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിൻ്റെ എഫക്റ്റ് കുറക്കുന്ന രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ബഡ്ജറ്റുകൾ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് ഇയറിൽ നമുക്കൊരു സാമ്പത്തിക മാന്ദ്യ പ്രശ്നം നമ്മുടെ മൊത്തത്തിൽ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനനുസരിച്ച് സെയിൽസ്, അതിനനുസരിച്ച് പ്രൊഡക്ഷനൊക്കെ എന്ത് ചെയ്യണം, അഡ്ജസ്റ്റ് ചെയ്യണം. സോ അത്തരത്തിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഒരു ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിക്കാൻ എന്നുള്ളതാണ്. അതുപോലെ തന്നെ മൂന്നാമത്തത് എല്ലാ ലെവലിലുള്ള മാനേജ്മെൻറ്റ് ലെവൽസിന് സപ്പോർട്ട് നമുക്ക് എന്ത് വേണം, എപ്പോഴും ഒരു ബഡ്ജറ്റിംഗ് പ്രോസസ്സ് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് വേണം. കാരണം ലോ ലെവൽ മാനേജേഴ്സിൻ്റെ സപ്പോർട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഹൈ ലെവൽ മാനേജ്മെൻറ്റ് വളരെയധികം എന്ത് ചെയ്യണം, സപ്പോർട്ടീവ് ആയിരിക്കണം. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ടീവ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, നല്ലൊരു ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. പിന്നീട് പറയാനുള്ളത് മാർക്കറ്റിംഗ് ഫീഡ്ബാക്കും എക്കണോമിക്കൽ എൻവയോൺമെൻറ്റ് ഇൻഫോർമേഷൻസും എന്ത് ചെയ്തിരിക്കണം, നല്ല രീതിയിൽ ഉപയോഗിച്ചിരിക്കണം എന്നുള്ളതാണ്. സോ മാർക്കറ്റിംഗ് ഫീഡ്ബാക്ക് എന്താണ് എന്നുള്ളതും എക്കണോമിക്കൽ എൻവയോൺമെൻറ്റ് ഇൻഫോർമേഷൻസും എന്താണെന്നുള്ളത് എന്ത് ചെയ്യണം, നമ്മൾ നോക്കണം. മാർക്കറ്റിംഗ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്നുള്ളതാകാം, അല്ലേ, നമ്മുടെ എന്ത് പറയാം, ഡിപ്പാർട്ട്മെൻറ്റിലെ സെയിൽസ് പേഴ്സൺസിൻ്റെ എക്സിക്യൂട്ടീവ്സിൽ നിന്നുള്ള റിപ്ലൈ ആവാം, അല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റിൽ സാധാരണ രീതിയിൽ നമ്മുടെ കമ്പനിയെക്കുറിച്ചുള്ള ഒരു ഫീഡ്ബാക്ക് ആവാം. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. അതുപോലെ എക്കണോമിക്കൽ എൻവയോൺമെൻറ്റ് ഇൻഫോർമേഷൻസ്, അല്ലേ, നമ്മുടെ സാമ്പത്തികപരമായിട്ടുള്ള ഇൻഫോർമേഷൻസുകൾ നമ്മൾ അല്ലേ എന്ത് ചെയ്യണം, ഉപയോഗിച്ചിരിക്കണം എന്നുള്ളതാണ്. സോ ഞാൻ നേരത്തെ പറഞ്ഞൊരു റിഗ്രഷൻ വരാൻ പോവുകയാണ് എന്ന് വിചാരിക്കുക. സോ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് എന്തുണ്ട്, പല രീതിയിലുള്ള അഭിപ്രായങ്ങളുണ്ട്, അല്ലേ, അടുത്ത വർഷം വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ഒരു വർഷമായിരിക്കുമെന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള ബഡ്ജറ്റുകൾ എന്ത് ചെയ്യാൻ പറ്റും, അതിനനുസരിച്ചുള്ള എക്സ്പെക്ടേഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. സോ അങ്ങനെ അടുത്ത വർഷം ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് വരുന്ന വർഷമാണ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് മാക്സിമം കുറച്ച് അതിൻ്റെ സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ നോക്കാം. അതല്ലെങ്കിൽ നമുക്ക് റെഗുലർ ആയിട്ടുള്ള സെയിൽസിൻ്റെ ടാർഗറ്റ് കുറച്ചുകൂടെ സെയിൽസ് എന്ത് ചെയ്യാം, കുറച്ച് വെക്കാനും സാധിക്കും. ഇങ്ങനെ പല അഡ്ജസ്റ്റ്മെൻറ്റുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബഡ്ജറ്റുകളിൽ എന്ത് ചെയ്യാൻ പറ്റും, വെക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ എന്തൊക്കെ എക്സ്പെക്ടേഷൻ സെറ്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കൺസിഡർ ചെയ്യണം, മാർക്കറ്റിംഗ് ഫീഡ്ബാക്കും എക്കണോമിക്കൽ എൻവയോൺമെൻറ്റ് ഇൻഫോർമേഷൻസ് നമ്മൾ എന്ത് ചെയ്യണം, എക്സ്പെക്ടേഷൻസ് സെറ്റ് ചെയ്യുന്നതിൽ യൂസ് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ഇതുപോലെ കമ്മ്യൂണിക്കേഷൻ ഈസ് വിച്വൽ. നമ്മൾ ഓരോ മാനേജ്മെൻറ്റ് എഫക്റ്റീവ്സ് നടക്കണമെന്നുണ്ടെങ്കിലും കൃത്യമായ കമ്മ്യൂണിക്കേഷൻസ് എന്ത് ചെയ്യണം, നടന്നിരിക്കണം. ഏറ്റവും ലോ ലെവൽ മാനേജർ വർക്ക് എംപ്ലോയീസിൽ നിന്ന് മുതൽ ടോപ്പ് ലെവൽ മാനേജർ വരെ കൃത്യമായ ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നിരിക്കണം. അവർക്ക് എല്ലാവർക്കും നമ്മുടെ കമ്പനിയുടെ കൃത്യമായ സ്ട്രാറ്റജിക് ഒബ്ജക്റ്റീവ് എന്താണ് എന്നുള്ളത്, അല്ലേ, കമ്പനിയുടെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം എന്താണ് എന്നുള്ളത് എന്ത് ചെയ്തിരിക്കണം, മനസ്സിലായിരിക്കണം. അത് നമ്മൾ ആ ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് മാക്സിമം അതിലൂടെ എന്ത് ചെയ്യാൻ പറ്റണം, എല്ലാവർക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം അത് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതുപോലെ ദ പ്രോഫിറ്റ് പ്ലാൻ ഷുഡ് ബി കോർഡിനേറ്റഡ്, അല്ലേ, കൃത്യമായിട്ട് എന്ത് ചെയ്യണം, കോർഡിനേറ്റ് ചെയ്ത് സിങ്ക്രണൈസ്ഡ് ചെയ്തിരിക്കണം. നമ്മൾ കൊടുക്കുന്ന ഈ പ്രോഫിറ്റ് പ്ലാന് ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളെയും എന്ത് ചെയ്തിരിക്കണം, കൂട്ടി യോജിപ്പിച്ചിരിക്കണം. ഇപ്പോൾ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബഡ്ജറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് അത് ആരെ ഹെൽപ്പ് ചെയ്തിരിക്കണം, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഹെൽപ്പ് ചെയ്തിരിക്കണം. കാരണം ഇത്ര സെയിൽസ് വേണം എന്ന രീതിയിൽ അത്രയും അതിനോടനുബന്ധിച്ചിട്ടുള്ള പ്രൊഡക്ഷൻ എന്ത് ചെയ്തിരിക്കണം,
നടന്നിരിക്കണം. സോ ഈ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റുകൾ ലിങ്ക്ഡ് അല്ല എന്നുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ ഒരുപാട് നടന്നുകൊണ്ടിരിക്കും, സെയിൽസ് കുറച്ചേ പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പനിക്ക് എന്താണത് തീർത്തും നഷ്ടമാണ്. സോ ഇവർ തമ്മിൽ ലിങ്ക്ഡ് ആണ് എന്നുണ്ടെങ്കിൽ എത്രത്തോളം സെയിൽസ് നടക്കുന്നുവോ അത്രത്തോളം പ്രൊഡക്ഷൻ എന്ത് ചെയ്യണം, കൃത്യമായ ഫ്ലോയിൽ പോകും എന്നുള്ളതാണ്. അതുപോലെ ലാസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബഡ്ജറ്റ് ഷുഡ് നോട്ട് ബി റിഡ്ജിഡ്, അല്ലേ? വളരെ ടൈറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത് അവർക്ക് എത്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അല്ലെങ്കിൽ വളരെ പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ബഡ്ജറ്റുകൾ എന്ത് ചെയ്യരുത്, നമ്മൾ ക്രിയേറ്റ് ചെയ്യരുത്. ബഡ്ജറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് അത് വളരെ റിഡ്ജിഡായിട്ട്, അല്ലേ, വളരെ ടൈറ്റായിട്ട് ഫീൽ ചെയ്യുന്ന എന്ത് ചെയ്യരുത്, നമ്മൾ ഉപയോഗിക്കരുത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അടുത്ത വർഷം ഞാൻ പറഞ്ഞു റിഗ്രഷൻ വരികയാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞു എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെയും കോസ്റ്റുകൾ എന്ത് ചെയ്യണം, ഒരുപാട് കട്ട് ചെയ്ത് കളയണം എന്ന് പറയുകയാണ്. സോ നമ്മൾ ഒറ്റയടിക്ക് അങ്ങനെ പോയിട്ട് എല്ലാ ഇതിലും കോസ്റ്റുകൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയുടെ പ്രധാനമായ പല ഭാഗങ്ങളെയും അത് ബാധിക്കും, അല്ലേ? സോ നമ്മൾ എന്ത് ചെയ്യണം, നല്ലൊരു കോർഡിനേഷനോട് കൂടി നല്ലൊരു എഫേർട്ട് എടുത്ത് മാക്സിമം എവിടെയൊക്കെയാണ് കമ്പനിക്ക് ഡാമേജ് വരാതെ കോസ്റ്റുകൾ കട്ട് ചെയ്യാൻ പറ്റുക ആ ഭാഗങ്ങൾ മാത്രം എന്ത് ചെയ്യുക, കട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത് ഒരു മോട്ടിവേഷൻ ഡിവൈസ് ആയിരിക്കണം. ഒരിക്കലും അവരെന്ത് ചെയ്യുന്ന രീതിയാവരുത്, തളർത്തുന്ന രീതിയിൽ ആകരുത്. അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം പ്രാക്ടിക്കലി അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവർക്ക് കമ്പനിയോട് ഒരു കമ്മിറ്റ്മെൻറ്റ് തോന്നുന്ന രീതിയിൽ വേണം എന്ത് ചെയ്യാൻ, ബഡ്ജറ്റ് നമ്മൾ സെറ്റ് ചെയ്യാൻ. അവർക്ക് അവരുടെ ജോലി വളരെ ഹെൽപ്ഫുള്ളായിട്ട് ബെറ്ററായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ബഡ്ജറ്റ് സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ മാനേജേഴ്സിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് അവർ ബഡ്ജറ്റിൻ്റെ ടാർഗറ്റ് അച്ചീവ് ചെയ്തോന്ന് മാത്രം നോക്കി എന്ത് ചെയ്യരുത്, അവർ ഇവാലുവേറ്റ് ചെയ്യരുത്. കാരണം ബഡ്ജറ്റിൻ്റെ ടാർഗറ്റ് ചിലപ്പോൾ അച്ചീവ് ചെയ്യാതിരിക്കാം, ചിലർക്കത് സാധിച്ചു എന്ന് വരും. കാരണം നമ്മൾ ബഡ്ജറ്റ് ഫിക്സ് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും. സോ ഒരു മാനേജേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യരുത്, അവരുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് ബഡ്ജറ്റിൻ്റെ ടാർഗറ്റ് അച്ചീവ് ചെയ്തോ എന്ന രീതിയിൽ മാത്രം അവരെന്ത് ചെയ്യരുത്, അവരെ മെഷർ ചെയ്യരുത് എന്നുള്ളത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. ഇനി കോസ്റ്റ് മാനേജ്മെൻറ്റ് എഫേർട്ട് ഷുഡ് ബി ലിങ്ക്ഡ് ടു ബഡ്ജറ്റ്, അല്ലേ? നമ്മൾ കൃത്യമായ കണക്കുകൾ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ബഡ്ജറ്റുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലേ, നമ്മൾ കൃത്യമായ കോസ്റ്റ് മാനേജ്മെൻറ്റ് വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ കൃത്യമായിട്ടുള്ള എന്ത് കിട്ടും, ഒരു അക്യുറേറ്റ് കോസ്റ്റ് മാനേജ്മെൻറ്റ് ടെക്നിക്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ബഡ്ജറ്റിങ് കിട്ടും. ഓക്കെ, ഇപ്പോൾ നമ്മൾ കൃത്യമായിട്ട് സെയിൽസിനൊക്കെ കൃത്യമായ കണക്ക്, പ്രൊഡക്ഷനൊക്കെ കൃത്യമായ കണക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര കൃത്യത്തോളം സെയിൽ പോകുന്നുണ്ട് ഓരോ സമയത്തും എന്നുള്ള രീതിയിൽ കൃത്യമായ കണക്ക് നമുക്ക് കിട്ടും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് കൃത്യമായ ഒരു ബഡ്ജറ്റ് വെച്ച് അതിൽ എത്രത്തോളം നമുക്ക് സെയിൽസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ സാധിക്കും. സോ ഒരു അക്യുറേറ്റ് കോസ്റ്റ് മാനേജ്മെൻറ്റ് ടെക്നിക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലേ, നമുക്ക് കൃത്യമായത് ബഡ്ജറ്റുമായിട്ട് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായ ബഡ്ജറ്റിംഗ് പ്രോസസ്സിങ് എന്ത് ചെയ്യും, വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും, അക്യുറേറ്റ് ആയിരിക്കും, സ്പീഡായിട്ട് നടക്കുകയും ചെയ്യും. ബഡ്ജറ്റിൻ്റെ കോംപ്ലക്സിറ്റി, ബഡ്ജറ്റിൻ്റെ സൈക്ലിക് ടൈം, ഇത് രണ്ട് നമ്മൾ എപ്പോഴും കുറച്ചിരിക്കണം, അല്ലേ? കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ബഡ്ജറ്റ് എന്തായിരുത്, ഒരുപാട് കോംപ്ലക്സ് ആവരുത്, വളരെ സിമ്പിളായിട്ടായിരിക്കണം. അങ്ങനെ രീതിയിലേക്ക് നമ്മൾ എന്ത് ചെയ്തിടണം, അത് കൊണ്ടുവരണം. അതുപോലെ ബഡ്ജറ്റിംഗ് സൈക്ലിംഗ് ടൈം, നമ്മളൊരു ബഡ്ജറ്റ് കഴിഞ്ഞ് അടുത്ത ബഡ്ജറ്റ് ഉണ്ടാക്കുന്ന ആ ഒരു സൈക്ലിംഗ് ടൈം നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചുകൊണ്ട് വരണം. അത് വളരെ സ്പീഡപ്പായിട്ട് നമ്മൾ ചെയ്യുന്ന രീതിയിലേക്ക് എന്ത് ചെയ്യണം, അതിന് നമ്മൾ കോസ്റ്റ് മാനേജ്മെൻറ്റ് ടെക്നിക്സ് വെക്കുക, അതിനനുസരിച്ചുള്ള ഗൈഡ് ലൈൻസ് പെട്ടെന്ന് കൊടുക്കുക, അല്ലേ, ഇനീഷ്യൽ നെഗോസിയേഷനൊക്കെ പെട്ടെന്ന് സ്പീഡപ്പ് ആക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. നമുക്ക് ഓട്ടോമാറ്റിക് ബഡ്ജറ്റിംഗ് വരെ ഇപ്പോഴത്തെ ഇൻഫോർമേഷൻ സിസ്റ്റം ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ സാധിക്കും. കാരണം നമ്മളൊരു ബഡ്ജറ്റ് വെച്ച് അതിനനുസരിച്ചുള്ള കൃത്യമായ കോസ്റ്റ് അക്യുമുലേഷൻ ടെക്നിക്സ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ബട്ടൺ അമർത്തുമ്പോൾ തന്നെ കൃത്യമായ ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിൽ വീഴണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ബഡ്ജറ്റുകളും സെറ്റ് ചെയ്യാൻ സാധിക്കും. സോ ഇക്കാലത്ത് നമുക്ക് അതെന്താണ്, പ്രാക്ടിക്കലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയാണ്. അതുപോലെ ടൈം പീരീഡ് ഓഫ് എ ബഡ്ജറ്റ് ഷുഡ് ബി റിഫ്ലക്റ്റ് ഓൺ ദ പർപ്പസ് ഓഫ് ദ ബഡ്ജറ്റ്, അല്ലേ? ബഡ്ജറ്റിൻ്റെ പർപ്പസിൽ നമ്മളത് ഉണ്ടാക്കുന്ന ടൈം പീരീഡ് എന്ത് ചെയ്തിരിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ ഞാൻ നെക്സ്റ്റ് ഇയറിലേക്കുള്ളൊരു ബഡ്ജറ്റാണ് ഉണ്ടാക്കുന്നത് എന്ന് വിചാരിക്കുക. സോ നെക്സ്റ്റ് ഇയറിലേക്കുള്ളൊരു ബഡ്ജറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് നെക്സ്റ്റ് ഇയറിൽ എൻ്റെ പുതിയൊരു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നുണ്ട്, അല്ലെങ്കിൽ പുതിയൊരു പ്രൊഡക്ഷൻ തന്നെ സാധനം വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ അതുകൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം എന്തുണ്ടാക്കാൻ, ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യാൻ എന്നുള്ളത്. സോ ബഡ്ജറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ പർപ്പസ് എന്താണെന്നുള്ളത് അതിൻ്റെ ടൈമിൻ്റെ പീരീഡുമായിട്ട് എന്ത് ചെയ്തിരിക്കണം, കൺസിഡർ ചെയ്ത് അത് റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ആയിരിക്കണം എന്നുള്ളതാണ്. ഇനി ഇതുപോലെ ബഡ്ജറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ, പ്രോഫിറ്റ് പ്ലാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് നമ്മൾ എന്ത് ചെയ്യണം, റിവിഷൻ ചെയ്യണം എന്നുള്ളത് എന്താണ്, നെസസറി ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ വെറുതെ ഉണ്ടാക്കിയിട്ടൊരു സൈഡിൽ ഇട്ടാൽ പോരാ, ആ ചെയ്തിരിക്കുന്ന കാര്യവും നമുക്ക് ആക്ച്വലായിട്ട് വന്നിരിക്കുന്ന കാര്യങ്ങളുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായി റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കണം, അല്ലേ? ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ, അല്ലേ, അതാത് സമയങ്ങളിൽ ഇത് ചെയ്യുന്നുണ്ടോ, നമ്മൾ ഇത്രയും പറഞ്ഞ സമയത്ത് എത്രയും കാര്യങ്ങൾ തന്നെയാണോ ചെയ്യുന്നത് എന്ന രീതികൾ നമ്മൾ എന്ത് ചെയ്യണം, ഉറപ്പ് വരുത്തിയിരിക്കണം എന്നുള്ളതാണ്. സോ ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്, ബെസ്റ്റ് പ്രാക്ടീസ് ഗൈഡ് ലൈൻസ് ഫോർ എ ബഡ്ജറ്റിംഗ് പ്രോസസ്സ്. ഒരു ബഡ്ജറ്റിംഗ് പ്രോസസ്സ് ഉണ്ടാക്കുന്ന സമയത്ത് നല്ല രീതിയിൽ കൊടുക്കാവുന്ന ഗൈഡ് ലൈൻസുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് ഈ ഭാഗത്ത് പഠിക്കാനുള്ളത് എന്താണ്, ബഡ്ജറ്ററി സ്ലാക്കും ഇമ്പാക്റ്റ് ഓഫ് ഗോൾ കോൺക്വറൻസിയാണ്. ഈ ഒരു ഹെഡ്ലൈൻസ് നമുക്കിവിടെ
വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുണ്ട്. ഇതിൽ 2 ടേംസ് നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക എന്നുള്ളത് മാത്രമാണ്. ബഡ്ജറ്ററി സ്ലാക്ക് എന്താണെന്നത്, ഗോൾ കോൺഗ്രൻസി അത് എത്രത്തോളം രീതിയിൽ എന്ത് ചെയ്യും അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നതുമാണ്. സോ ഗോൾ കോൺഗ്രൻസി എന്ന് പറയുന്നത് 2 2-ൽ കൂടുതൽ ഗ്രൂപ്പുകളെ ഒരേ ഗോളിലേക്ക് എന്ത് ചെയ്യുക എന്നുള്ളതാണ്, ഏകീകരിപ്പിക്കുക എന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ നമ്മുടെ ഒരു കമ്പനിയുടെ ഗോൾ എന്ന് പറയുന്നത് ഒരു പ്രോഫിറ്റ് അച്ചീവ് ചെയ്യുക എന്നുള്ളതായിരിക്കും. നമ്മുടെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലെ മാനേജേഴ്സിൻ്റെയും ഓരോ റെസ്പോൺസിബിലിറ്റി സെൻറ്റേഴ്സിലെ മാനേജേഴ്സിൻ്റെ അവിടുത്തെ ലോ ലെവൽ എംപ്ലോയീസിനെ വരെ നമ്മൾ അതിലേക്ക് എന്ത് ചെയ്യുക, അവരെ ആ ഒരു ഗോളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് എന്ത് ഗോൾ കോൺഗ്രസി എന്ന് പറയുന്നത്. സോ ഓരോ ഇൻഡിവിജ്വൽ മാനേജേഴ്സിൻ്റെ ഗോളും ഒരു കമ്പനിയുടെ ഗോളായിരിക്കണം അല്ലേ. സോ കമ്പനിയുടെ ഗോൾ എന്ന് പറയുന്നത് ഓരോ ഇൻഡിവിജ്വൽ മാനേജേഴ്സിൻ്റെ ഗോളും ആയിരിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ അല്ലേ, അങ്ങനെ അല്ലെങ്കിൽ അതെന്ത് ചെയ്യും, നമ്മുടെ കമ്പനിയുടെ ഗോളെ വല്ലാത്ത രീതിയിൽ എഫക്റ്റ് ചെയ്യും. അതെങ്ങനെയാണെന്നല്ലേ, നമ്മളൊരു പെർഫോമൻസ് ഓഫ് ഇൻഡിവിജ്വലിൻ്റെ പെർഫോമൻസ് അവരുടെ ഈ മാനേജറുടെ ടാസ്കുകൾ കൊടുത്തിരിക്കുന്ന അനുസരിച്ച് അല്ലേ, ബഡ്ജറ്റുകൾ കൊടുത്തതനുസരിച്ചാണ് നമ്മളത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, അവർ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ഈ രീതിയിൽ വളരെയധികം എന്ത് ചെയ്യും എഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. കാരണം ഒരു ഇൻഡിവിജ്വൽ മാനേജർക്ക് എന്തുണ്ടാവും, പെർഫോമൻസ് ഇവാലുവേഷൻ വരുന്ന സമയത്ത് ഇപ്പോൾ ഒരു സെയിൽസ് മാനേജർ വരികയാണ്, അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജർ, എൻ്റെ കമ്പനിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജറിനെ ഞാൻ എന്ത് ചെയ്യും, അദ്ദേഹത്തിന് കൊടുത്ത ബഡ്ജറ്റിംഗ് ടാക്സ് വെച്ചിട്ടാണ് ഇവാലുവേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീം വരികയാണ്, വേറൊരു കമ്പനിയിൽ നിന്ന് നമ്മുടെ കമ്പനിയിലേക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീം വരികയാണ്. അദ്ദേഹം ആ സ്കീം അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയുടെ ടോട്ടൽ പ്രോഫിറ്റ് ഇൻക്രീസ് ആകും. പക്ഷേ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിനെ അത് കാര്യമായ രീതിയിൽ നെഗറ്റീവായിട്ട് ബാധിക്കും എന്ന് വിചാരിക്കുക. അദ്ദേഹം ആ ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമിന് അപ്രൂവൽ കൊടുക്കുമോ? ഇല്ല. സോ ഇതെന്തിൻ്റെ പ്രശ്നമാണ്, നമ്മുടെ കമ്പനിയുടെ ടോട്ടൽ ഗോൾ കോൺഗ്രസിയും അദ്ദേഹത്തിൻ്റെ ബഡ്ജറ്റും തമ്മിൽ ഒരുപോലെ യോജിക്കുന്നില്ല എന്നതുകൊണ്ടുള്ളതാണ്. ഓക്കെ, സോ ഈ ബഡ്ജറ്റിൻ്റെ സ്ലാക്കറി അല്ലെങ്കിൽ ബഡ്ജറ്റിൻ്റെ ഇഷ്യൂസും നമ്മുടെ കമ്പനിയുടെ ഗോൾ കോൺഗ്രസിയും തമ്മിൽ എന്ത് ചെയ്യും, ഒരു ക്ലാഷ് വരും എന്നുള്ളതാണ്. ഓക്കെ, സോ അത് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിനെ ബാധിക്കുമെന്നതുകൊണ്ട് കമ്പനിയുടെ പ്രോഫിറ്റ് കൂടിയാൽ പോലും അദ്ദേഹം എന്ത് ചെയ്യില്ല, അത് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ഇനി ഒരു പക്ഷേ വേറൊരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീം വരികയാണ്, അത് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിന് എന്ത് ചെയ്യും, നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് തന്നെ എന്ത് ചെയ്യും, നല്ല രീതിയിൽ വരും. പക്ഷേ അത് കമ്പനിയുടെ ടോട്ടൽ പ്രോഫിറ്റിൽ എന്ത് വരും, ലെസ് വരും എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹം അത് അപ്രൂവൽ കൊടുക്കും. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ ഇവാലുവേറ്റ് ചെയ്യുന്ന മെഷർമെൻറ്റുകളിൽ ഇതിനെന്ത് വരും, നല്ലൊരു പോസിറ്റീവ് ചാൻസ് വരും. പക്ഷേ ടോട്ടൽ കമ്പനിയെ നോക്കുമ്പോൾ എന്ത് ചെയ്യും, കമ്പനിയുടെ ടോട്ടൽ പ്രോഫിറ്റിനെ ഇത് ഡിക്രീസ് ചെയ്യാൻ അല്ലെ കുറക്കാൻ സാധ്യതയുണ്ട്. സോ ഇതെന്ത് ചെയ്യുന്നതാണ്, ഈ ഒരു സ്ട്രാറ്റജി ഒബ്ജക്റ്റീവ്സ് എന്ത് ചെയ്യുന്നതാണ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ വരുന്ന വിഷയങ്ങളാണ്. കാരണം നമ്മളൊരു മാനേജറിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത് അവരുടെ ബഡ്ജറ്റ് അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ, അവർ ആ ബഡ്ജറ്റ് അനുസരിച്ചാണ് അവരുടെ പെർഫോമൻസ് നമ്മൾ മാനേജ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പെർഫോമൻസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരതിൽ ബഡ്ജറ്ററി സ്ലാക്ക് എന്ന് പറയുന്ന ഒരു സാധനം കൊണ്ടുവരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ ബഡ്ജറ്ററി സ്ലാക്ക് എന്താണ്, ബഡ്ജറ്ററി സ്ലാക്ക് എന്ന് പറയുന്നത് നമ്മുടെ കൃത്യമായിട്ടുള്ള ബഡ്ജറ്റ് എമൗണ്ടും നമുക്ക് ആക്ച്വലായിട്ട് വരുന്ന എമൗണ്ടും തമ്മിലുള്ള എക്സ്പെക്റ്റേഷൻ തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബഡ്ജറ്ററി സ്ലാക്ക് എന്ന് പറയുന്നത്. ബഡ്ജറ്ററി സ്ലാക്ക് എന്ന് പറയുന്നത് അതൊരു പ്രാക്ടീസ് ഓഫ് അണ്ടർസ്റ്റിമേറ്റിംഗ് പ്ലാൻഡ് റവന്യൂ ആൻഡ് ഓവർ എസ്റ്റിമേറ്റിംഗ് പ്ലാൻഡ് കോസ്റ്റ് ആണ്. ബഡ്ജറ്ററി സ്ലാക്ക് ഈസ് എ പ്രാക്ടീസ് ഓഫ് അണ്ടർസ്റ്റിമേറ്റിംഗ് പ്ലാൻഡ് റവന്യൂ ആൻഡ് ഓവർ എസ്റ്റിമേറ്റിംഗ് പ്ലാൻഡ് കോസ്റ്റ്. ബഡ്ജറ്ററി സ്ലാക്ക് എന്ന് പറയുന്നത് ഇത്തരം റെസ്പോൺസിബിലിറ്റി സെൻറ്റേഴ്സിലെ മാനേജേഴ്സ് നടത്തുന്ന ഒരു പരിപാടിയാണ്. എന്താ അവർ ചെയ്യാറ്, അവർക്ക് വരുന്ന റവന്യൂസ് എന്ത് ചെയ്ത് കാണിക്കും, കുറച്ച് കാണിക്കും അല്ലേ. ഇപ്പോൾ 120 രൂപ വരുന്നുണ്ടെങ്കിൽ അവർ പറയും ബഡ്ജറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് 100 രൂപയാണ് മാക്സിമം അച്ചീവ് ചെയ്യുന്നത് എന്ന് പറയും. സോ ബഡ്ജറ്റൊക്കെ കഴിഞ്ഞ് അവർ ഇവാലുവേഷൻ ചെയ്യുന്ന സമയത്ത് ഇവർക്ക് ഭയങ്കര പോസിറ്റീവ് പ്ലസ് കിട്ടും. കാരണം എന്താ, ഇവർ ഓൾറെഡി 120 അച്ചീവ് ചെയ്തിട്ടുണ്ടാകും, നമ്മൾ ബഡ്ജറ്റ് എടുക്കുകയാണ് 100 പക്ഷേ സത്യത്തിൽ അത് കമ്പനിക്ക് പ്രോഫിറ്റ് ആണോ? അല്ല. കാരണം എന്താണ്, നോർമലി കമ്പനിക്ക് എത്ര കിട്ടും, 120 കിട്ടും. അതുപോലെ തന്നെ ഇവർ ഓവർ എസ്റ്റിമേറ്റിംഗ് കോസ്റ്റുകൾ ചെയ്യാം അല്ലേ, കോസ്റ്റുകൾ കൂടുതൽ വരും എന്ന് പറയും. എങ്ങനെയാണ്, നമുക്ക് 8 രൂപയെ വരാറുള്ളൂ, ഇവർ ബഡ്ജറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് പറയുകയാണ് നമുക്ക് 10 രൂപ വരും കേട്ടോ എന്ന് പറയാം. നമ്മൾ അതനുസരിച്ച് ബഡ്ജറ്റ് ഉണ്ടാക്കിയിട്ട് അവസാനം ഈ ബഡ്ജറ്റും ഇവരുടെ പെർഫോമൻസും വാല്യൂ ചെയ്യുന്ന സമയത്ത് അവർ 10 രൂപ വരുന്ന സാധനം അവർ 8 രൂപയ്ക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അച്ചീവ് ചെയ്തിട്ടുണ്ട് എന്ന രീതിയിലേക്ക് ഇത് വരും. സോ അപ്പോൾ ഇവർക്ക് എന്ത് ചെയ്യും, ഒരു പോസിറ്റീവ് പ്ലസ് കിട്ടും. ഇതിനാണ് ബഡ്ജറ്ററി സ്ലാക്ക് എന്ന് പറയുന്നത്. സത്യത്തിൽ അവർ 8 രൂപക്ക് അവരുടെ കഴിവ് കൊണ്ട് വാങ്ങിയതാണോ? അല്ല. ശരിക്കും എന്താണ്, അത് 8 രൂപയേ ഉള്ളൂ. പക്ഷേ ഇവർ ബഡ്ജറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് കള്ളക്കണക്ക് കൊടുത്താണ് എത്ര വരും എന്നുള്ളത്, 10 രൂപ വരും എന്നുള്ളതാണ്. സോ അണ്ടർ എസ്റ്റിമേറ്റിംഗ് റവന്യൂ, ഓവർ എസ്റ്റിമേറ്റിംഗ് കോസ്റ്റ്, ഈ ഒരു പ്രാക്ടീസിന് പറയുന്ന പേരാണ് എന്ത്, ബഡ്ജറ്ററി സ്ലാക്ക്. ഇതെന്തുകൊണ്ടാണ് വരുന്നത്, ഇവരെ ബഡ്ജറ്റിൻ്റെ അടിസ്ഥാനത്തിൽ പെർഫോമൻസ് മെഷർ ചെയ്യുന്നത് കൊണ്ട് ഇവർ ചെയ്തു വരുന്ന ഒരു കള്ളത്തരമാണ് എന്ത്, ബഡ്ജറ്ററി സ്ലാക്ക് എന്ന് പറയുന്നത്. ബഡ്ജറ്ററി സ്ലാക്കിൻ്റെ ഒരു പോസിറ്റീവ് സൈഡും ഉണ്ട്. ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തില്ല,
അധികം ടെൻഷനോ അധികം ഓവർ ടൈം വർക്കോ ഇല്ലാതെ വളരെ നീറ്റായിട്ട് അവർക്ക് അച്ചീവ് ആവുന്ന സാധനം അവർ എന്ത് ചെയ്യും, അച്ചീവ് ചെയ്യും. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും എത്ര പോസിറ്റീവ് സൈഡ് ഉണ്ടോ അതിൽ കൂടുതൽ പ്രോബ്ലംസ് ഏത് വഴിയിലുണ്ട്, ബഡ്ജറ്ററി സ്ലാക്കിന് പ്രോബ്ലംസും ഉണ്ട് എന്നുള്ളതാണ്. ഇനി ഇങ്ങനെ ഒരു ബഡ്ജറ്ററി സ്ലാക്കും ഗോൾ കോൺഗ്രസുമായിട്ട് ക്ലാഷ് വരാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് അവോയ്ഡ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മുടെ പ്രോഫിറ്റ് പ്ലാൻ കൃത്യമായൊരു കൺട്രോളിങ് ട്യൂണാക്കി മാറ്റാൻ എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബഡ്ജറ്റുകളിൽ എന്ത് ചെയ്യാൻ ഉപയോഗിക്കരുത്, മാനേജേഴ്സിനെ ഇവാലുവേറ്റ് ചെയ്യാൻ അല്ലെ, അവരുടെ പെർഫോമൻസ് മെഷർമെൻറ്റ് ഇവാലുവേറ്റ് ചെയ്യാൻ എന്ത് ഉപയോഗിക്കരുത്, ബഡ്ജറ്റുകളെ ഉപയോഗിക്കാതിരിക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതുപോലെ തന്നെ അവർ തരുന്ന ബഡ്ജറ്റിങ്ങിൻ്റെ എമൗണ്ടുകളുടെ അക്യുറസി അനുസരിച്ച് അവർക്ക് എന്തെങ്കിലും ഒരു റിവാർഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ നമ്മുടെ ബഡ്ജറ്റ് എന്ത് ചെയ്ത് കിട്ടും, കൃത്യമായ കണക്ക് നമുക്ക് കിട്ടും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ബഡ്ജറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഈ ബഡ്ജറ്റ് വെച്ചിട്ടല്ല എൻ്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ കൃത്യമായ കണക്കുകൾ കൊടുക്കും അല്ലേ. ഇനി അതുപോലെ എൻ്റെ കൃത്യമായ കണക്കുകൾ ബഡ്ജറ്റിലും ആക്ച്വലുമായിട്ട് ഒന്നിച്ച് വരുന്നുണ്ടെങ്കിൽ കമ്പനിയിൽ നിന്ന് എനിക്ക് ബോണസോ അങ്ങനെ എന്തെങ്കിലും ഒരു റിവാർഡ് കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ കൊടുക്കുന്ന കണക്കിൽ മാക്സിമം കൃത്യമാവും ഞാൻ എന്ത് ചെയ്യും, ശ്രദ്ധിക്കും. ഇതൊക്കെ ബഡ്ജറ്ററി സ്ലാക്കുകൾ എന്ത് ചെയ്യാൻ പറ്റും, ഒഴിവാക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗോൾ കോൺഗ്രസുമായിട്ടുള്ള ആ ക്ലാഷ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതുമായിട്ട് വരുന്ന ഇമ്പാക്റ്റ് നമുക്ക് ഒഴിവാക്കാനും സാധിക്കും.